നമസ്തേ, നാട്ടുവരമ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ മങ്ങാട്ടുകോണം എന്ന സ്ഥലത്താണ്. മട്ടുപ്പാവിലും നിലത്തുമായി ജൈവകൃഷി ചെയ്യുന്ന ഷീജ എന്ന വീട്ടമ്മയുടെ കാർഷിക വിശേഷങ്ങൾ അറിയാം. ചേച്ചി, ജൈവകൃഷി തുടങ്ങാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? ഞാൻ ഇതേപോലെ KU കൈറ്റ് ട്രെയിനീസിൻ്റെ ഒരു വെള്ളയാണി കാർഷിക കോളേജിൽ ഒരു ക്ലാസ്സിന് പോയായിരുന്നു. അപ്പോൾ അത് കൃഷിഭവൻ്റെ ഇതിലാണ് ഗ്രൂപ്പിൽ വന്ന് ഞാൻ അങ്ങനെ ക്ലാസ്സിന് പോയി. അതൊരു ചെടി പരിപാലനമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് 2-3 ഗ്രൂപ്പുകൾ എന്നെ ആഡ് ചെയ്തു. അപ്പോൾ അതിൽ എന്നെ കൃഷികൾ പഠിപ്പിക്കുന്ന നല്ല ഗ്രൂപ്പുകളായിരുന്നു. അങ്ങനെ അത് നമ്മൾ ചെയ്താണ് ഒരു ഇതിലെത്തിയത്. ചേച്ചിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും ഞാൻ ചെടിയാണ് നടുന്നത്. ചെടി നടുമ്പോഴത്തേക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് മുളക് വയ്ക്കും. പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ കുരുടിക്ക് അതിൽ ചെടി വയ്ക്കും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഈ ട്രെയിനിങ്ങിന് പോയതിന് ശേഷമാണ് എനിക്ക് കൃഷിയിലും കൂടെ ചെയ്യണമെന്ന് തോന്നിയത്. എല്ലാവരും വരുമ്പോൾ പറയുമായിരുന്നു ചെടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെടിയും കൂടെ ചെയ്യണം, ഇത് കൃഷിയും കൂടെ ചെയ്യണമെന്ന് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പം ടെറസ് കൃഷിയിലേക്ക് മാത്രമായിട്ട് ചെയ്തു. ചെടിയിൽ ചേച്ചി ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഇഷ്ടം ഏതായിരുന്നു? ചെടിയിൽ ഇഷ്ടം എനിക്ക് ഇലച്ചെടികളായിരുന്നു ഇഷ്ടം. അതിനിട്ട് ട്രെയിനിങ്ങിനാണ് പോയത്. പിന്നെ ഓർക്കിഡും ഇഷ്ടമാണ്. ഓർക്കിഡും 10 വർഷമായിട്ട് ഞാൻ നടുന്നുണ്ട്. ചെടികൾ എനിക്ക് ചെറുതിലേ തൊട്ടേ ഇഷ്ടമാണ്. ഞാൻ നടുന്നുണ്ട്. നിറച്ച് ചെടികളാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഇവിടെ ചെടി മാത്രമേ ഉള്ളൂ, ഒരു മുളക് പോലും നടുന്നുണ്ട്. പക്ഷേ അത് ഒന്നും വളർന്നു വരുന്നില്ല. അപ്പോൾ അത് എനിക്ക് മനസ്സിലായത് നമ്മൾ മണ്ണ് ശരിയാവാത്തത് കൊണ്ടാണ്, മണ്ണും വെയിലും ശരിയാവാത്തത് കൊണ്ടാണ് അത് ശരിയാവാത്തതെന്ന് മനസ്സിലായി. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൃത്യമായി ശ്രദ്ധ കൊടുത്തപ്പോൾ അതെനിക്ക് ശരിയായി വന്നു. കീടങ്ങളുടെ ശല്യം ഏത് കർഷകരെയും പോലെ മട്ടുപ്പാവ് കർഷകർക്കും വെല്ലുവിളിയാകുന്നു. ലളിതമായ മാർഗങ്ങളിലൂടെ കീടങ്ങളെ തുരത്താൻ കഴിയും. ചേച്ചി, ഇതെന്തിനാണ് ഇങ്ങനെ? ഇത് നമ്മൾ തുളസി ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഈ കായീച്ച വെള്ളീച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ തക്കാളിയുടെ അടിയിലൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ കുറേ ഇതിൽ വരുന്നുണ്ട്. കീടങ്ങളുടെ ശല്യമായിട്ട് തുളസി ഇങ്ങനെ അരച്ച് ഉപയോഗിച്ചാൽ മാത്രം അരച്ച് അതിൻ്റെ വെള്ളം എടുത്ത് ഇതിലൊഴിച്ച് വെച്ചിരുന്നു. അപ്പോൾ കുറേ കീടങ്ങൾ ഇതിൽ വന്ന് വീഴുന്നുണ്ട്. കീടങ്ങൾ എങ്ങനെയാണ് ചേച്ചി ഇതിലേക്ക് വീഴുന്നത്? നമ്മൾ ഇതിൽ കുറേ ഹോളിടും. ഹോളിട്ട് ഈ അടപ്പിൽ ഹോളിട്ട് ഇതിൽ അടപ്പിൽ കയറ് കെട്ടിയിട്ട് ഇടും. അപ്പോൾ ഇതുവഴി അങ്ങ് ഇതിലിറങ്ങിയാൽ പിന്നെ അത് തിരിച്ചു പോകില്ല. അങ്ങനെയാണ് ആ കീടങ്ങളൊക്കെ ചെയ്യുന്നത്. കീടങ്ങളെ പ്രതിരോധിക്കാൻ വേറെ എന്ത് മാർഗങ്ങളൊക്കെയാണ് ചേച്ചി? വേറെ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ചാരവും ഇട്ട് ഒരു തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം 2-3 ദിവസത്തെ ആയ പുളിച്ചതായാലും മതി. അതിൽ ഒരു 5 ഇരട്ടി വെള്ളവും ചേർത്ത് വൈകുന്നേരങ്ങളിൽ തളിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് മുഞ്ഞ അങ്ങനെയുള്ളതൊക്കെ കുറേ പോകുന്നുണ്ട്. ഭയങ്കര മുഞ്ഞ ശല്യമാണ് അപ്പോൾ പയറിലൊക്കെ. അപ്പോൾ അതൊക്കെ കുറേ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി കാന്താരി മുളക് അങ്ങനെ അരച്ച് സോപ്പും കൂടെ ചേർത്ത് അത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് വലിയ പൈസ ചെലവില്ലാതെ നമുക്ക് ചെയ്യാം. വീട്ടിലേക്കുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്തെടുക്കാറാണ്? വീട്ടിലേക്കുള്ള 3/4 ഭാഗത്തോളം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഏതൊക്കെ തരമുണ്ട്? ചീര അരുണുണ്ട്. ഇത് വൈകയാണ്. ഇത് ചേച്ചി എവിടെ നിന്നാണ്? കൃഷിഭവനിൽ നിന്ന് കിട്ടിയത്? ഞാൻ വിത്ത് വാങ്ങിയതാണ്. ഇതിന്റെ പരിപാലനമൊക്കെ എങ്ങനെയാണ് ചേച്ചി? നമ്മളെപ്പോഴും മണ്ണ് ഇതിനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് മണ്ണ് ട്രീറ്റ് ചെയ്യണം. കുമ്മായ ഇടുകയാണെങ്കിൽ 30 ദിവസം കുമ്മായ ഇട്ട് അതിന് ശേഷം 30 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്യും. പക്ഷേ ചീരയ്ക്ക് എനിക്ക് തോന്നുന്നു കോഴിവളം നല്ലതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കോഴിയുണ്ട്. അപ്പം ഞാൻ അതിന് കോഴി വളം ചേർക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല വളർച്ച തോന്നുന്നുണ്ട്.
ചേച്ചി ഇത് കുറ്റിക്കുരുമുളകല്ലേ? അപ്പൊ ഇത് വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്ന, ഇതിന്റെ ഒരു വളർത്തുന്ന രീതിയൊക്കെ എങ്ങനെയാണ്? വളർത്തുന്നത് നമ്മൾ പിന്നെ മറ്റുള്ള കൃഷിക്ക് എടുക്കുന്ന മണ്ണ് പോലെയാണ്. ആ മണ്ണിൽ നമ്മൾ നടണം. നട്ടിട്ട് പിന്നെ മാസത്തിലൊരിക്കൽ ഒരു ശകലം ചാമ്പലിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളെ ഈ ഇലകളൊക്കെ ഒന്ന് വെളുത്ത് ഇതായിട്ട് വരുന്നുണ്ട്, അതിൻ്റെ വൈറ്റമിൻ കുറവ് കാരണം. പിന്നെ വിവേറിയ നമ്മൾ ഒരു മാസത്തിലൊരിക്കൽ താണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളീച്ച പോലെ ഒരു ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് 6 മാസത്തോളമുള്ള കുരുമുളക് എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരിതാണ്. പിന്നെ നമുക്ക് തൈ ആക്കണമെങ്കിലും നമുക്കിത് പിന്നെ കവർ വെച്ച് തൈ ആക്കുന്നുണ്ട്. താഴെയും ഞാൻ കുറച്ച് നട്ടിട്ടുണ്ട്. പയർ ഇത് ദീപിക ഉണ്ട്, മീറ്റർ പയർ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 പേരുണ്ട്. കുറേയൊക്കെ പോയി തത്തകൾ വന്ന് കഴിക്കുന്നുണ്ട്. തത്തകൾ വന്ന് അത്രയും കൊണ്ട് പോകുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പയറൊക്കെ കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള പയർ കിട്ടുന്നുണ്ട്. ഭയങ്കര വലിയ കത്തിരിയാണല്ലോ. വലിയ കത്തിരിയാണ്. ഇത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതും. പിന്നെ നമ്മൾ വിത്തുകൾ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ മീറ്റിനൊക്കെ പോകുമ്പോഴത്തേക്ക് വിത്തുകൾ കിട്ടും. ഇതിനൊക്കെ ചേച്ചി എന്തൊക്കെ വളം ഇടുന്നേ? ഇതിന് ഇടുന്നത് നമ്മൾ പിന്നെ ആഴ്ചതോറും പിന്നെ 3 ദിവസത്തിലൊരിക്കൽ, ഈ എന്ത് നട്ടാലും 3 ദിവസത്തിലൊരിക്കൽ നമ്മൾ വളം കൊടുക്കണം. നമ്മൾ ഫിഷ് അമിനോ ആസിഡ് കൊടുക്കും, പിന്നെ ഈ പഞ്ചഗവ്യം കൊടുക്കും, പിന്നെ വേറെ എന്താ നമ്മൾ കഞ്ഞോളവും ചാമ്പലും അങ്ങനെയൊക്കെ ഉള്ള അത് ഒഴിച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ പല ജൈവവളം നല്ലതുപോലെ. പിന്നെ ആഴ്ചയിലൊരു 2 ആഴ്ച കൂടുമ്പോൾ മണ്ണ് കയറ്റി കൊടുക്കണം. അപ്പോഴേ നമുക്കിതിൽ കൃഷി കിട്ടുള്ളൂ, ഇത് കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇത് ശോഷിച്ച് ഒരു ഇതെല്ലാം നമുക്ക് കിട്ടില്ല. വിഷമില്ലാത്ത പച്ചക്കറികൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് പാകം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ആരോഗ്യപരമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവർക്കും കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? എല്ലാവർക്കും എന്ന് വെച്ചാൽ ഞാൻ ഇതിപ്പോൾ 6 വർഷം എനിക്ക് കൃഷി പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ഞാൻ ഈ കൃഷിയെക്കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് പിന്നെ ഞാൻ ഈ ട്രെയിനിങ്ങിന് പോയപ്പോൾ ആ ഗ്രൂപ്പുകൾ വഴിയാണ്, ഒരു ഗ്രൂപ്പിൽ വന്നതാണ്. പിന്നെ ഉള്ളൂരുള്ള രവീന്ദ്രൻ സാറിൻ്റെ 2 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടെന്ന് കേട്ടത് ആ ഗ്രൂപ്പിൽ. അങ്ങനെ ഞാൻ ആ ക്ലാസ്സിന് പോയി, പിന്നെ അനന്തപുരി ജൈവ കൃഷി ക്ലാസ്സിന്. അപ്പോൾ അവിടെ കൂടുതലും പിന്നെ ജൈവ കൃഷിയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അതിന് മുമ്പേ ഞാൻ അധികം ചെയ്യുന്നില്ല. അപ്പോഴത്തേക്ക് ആ ജൈവ കൃഷി എന്ന് പറയുമ്പോൾ ഫിഷ് അമിനോ ആസിഡ്, പഞ്ചഗവ്യം, പിന്നെ ജീവാമൃതം അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പോൾ അത് നല്ലൊരു ക്ലാസ്സായിരുന്നു, 2 ദിവസത്തെ ക്ലാസ്. പിന്നെ ആ ക്ലാസ്സിൽ എനിക്ക് ഏതാണ്ട് പിടികിട്ടി. അങ്ങനെയാണ് ഞാൻ ഈ സ്റ്റാൻഡൊക്കെ ചെയ്തത്. ഒരു വൃത്തിയായിട്ട് ചെയ്യണമെന്നുള്ളൊരു ഇത് വന്നത് എനിക്ക് അതിലൂടെയാണ്. അപ്പോൾ അതിൽ എനിക്ക് നല്ലൊരു ക്ലാസ് കിട്ടിയിട്ടുണ്ട്. ചേച്ചി പല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാമല്ലോ. അപ്പോൾ ചേച്ചി ഏതൊക്കെ രീതിയിലാണ് ചെടി നടാനായിട്ട് ഉപയോഗിക്കുന്നത്? ചെടിച്ചട്ടി, ഗ്രോ ബാഗ് അങ്ങനെയൊക്കെ ചേച്ചി എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഗ്രോ ബാഗ്, വലിയ ചട്ടികൾ, ഇത്തിരി വലിപ്പമുള്ള ചട്ടികൾ. കാരണം ചെറിയ ചട്ടികൾ വെക്കുമ്പോഴത്തേക്ക് അത് ഇത്രയും നല്ല വെയിൽ കൊള്ളുമ്പം ഇതായി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല വലിയ ചട്ടികളും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കൃഷിഭവനിൽ നിന്ന് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 25 ചട്ടിയും മണ്ണും എല്ലാം കൂടെ കിട്ടിയായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ പിന്നെ ഗ്രോ ബാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രോ ബാഗുകൾ, ചാക്കുകൾ ഉപയോഗിക്കും. ചാക്കുകൾ താഴെയൊക്കെ ചാക്കാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ടെറസ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃഷി ചെയ്യുന്ന ഇടങ്ങളിൽ ശുചിത്വത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? നേരത്തെ ഞാൻ പിന്നെ കൂടുതൽ സമയവും തട്ട് ക്ലീൻ ചെയ്യാനായിട്ടാണ് കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ തറയിലൊക്കെ വെച്ചിട്ട് നമ്മളെപ്പോഴും മഴ പെയ്തു കഴിഞ്ഞാൽ വൃത്തികേടായി. അപ്പം ഞാൻ അങ്ങനെയാണ് രവീന്ദ്ര സാറിൻ്റെ അവിടെ പോയപ്പോൾ ആ സ്റ്റാൻഡ് വെച്ചേക്കുന്ന രീതി ഞാൻ കണ്ടത്. അപ്പോൾ 1-2 പ്രാവശ്യം അവിടെ പോയപ്പോഴത്തേക്ക് അത് നല്ല ഒരിതാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റാൻഡ് ചെയ്തത് കൊണ്ട് എനിക്കിപ്പോൾ നടുവേദന ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് കൂടുതൽ കുനിയണ്ട, അങ്ങനെയുള്ളതൊക്കെ ഉള്ള നല്ല വൃത്തിയായിട്ട് ഇരിക്കും. പിന്നെ ഇത് സ്റ്റാൻഡൊക്കെ ചെയ്യാൻ ഹസ്ബൻഡും കൂടെ സഹായിച്ചു. അങ്ങനെയാണ് ചെയ്തത്. വീട്ടുകാരും കൂടെ സഹായിച്ചാൽ മാത്രമേ ഇത്രയും നമുക്ക് എത്തിച്ച് ചെല്ലാൻ പറ്റുള്ളൂ. മക്കളും എല്ലാവരും സഹായിക്കുന്നുണ്ട്. കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാവല്ലോ. അപ്പോൾ ചേച്ചിയുടെ ആ ഒരു മാനസിക സന്തോഷമൊക്കെ എങ്ങനെയാണ്? അതെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും മനസ്സിൽ വിചാരിക്കില്ല. രാവിലെ നമ്മളിപ്പോൾ ഈ കൃഷിക്കായിട്ട് വന്ന ഇപ്പോൾ ഒരു ചായയും കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം വെള്ളം ഒഴിക്കുന്നത്. വെള്ളം നമുക്ക് എത്ര ഒഴിച്ചാലും അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്.
കൃഷിയിൽ നിന്ന് കിട്ടുന്നത്. അല്ല, എന്റെ അമ്മയൊക്കെ പറയാറുണ്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ, എന്റെ മക്കൾക്ക് വെള്ളം കൊടുത്തില്ല എന്ന് പറഞ്ഞാണ് എന്റെ അമ്മ ഓടുന്നത്. എവിടെയെങ്കിലും പോയാൽ തന്നെ എനിക്ക് എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ 7 മണിക്ക് പോകണമെങ്കിൽ തന്നെ ഞാൻ 4 മണിക്ക് എണീച്ച് എല്ലാ വെള്ളം ഒഴിച്ചിരിക്കും. ഒഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ വെയിലത്ത് നമുക്ക് ഈ ചെടികൾ പിടിച്ചിരിക്കാം. ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേന്ന് അത് ചെടികൾ പോകാൻ സാധ്യതയുണ്ട്. ഇത് അസോളയാണ്. ഇത് കോഴിക്ക് കൊടുക്കും. നമ്മൾ ഈ വളത്തിന് വേണ്ടി, പിന്നെ ഈ ചകിരിച്ചോറൊക്കെ അതിന് പകരം വളത്തിന് വേണ്ടി കുറച്ച് എടുത്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് ഇത്ര ഇട്ടതാണ്, അത് ഇത്രയും വെക്ക അങ്ങ് വളർന്നു. 2 ആഴ്ച കൊണ്ടാണ്? 2 ആഴ്ച കൊണ്ട് ഇത്രയും അങ്ങ് വളർന്നു. അപ്പോൾ ഇത് വെക്കം വളരുന്നുണ്ട്. പച്ചക്കറി കൃഷിക്ക് പുറമെ ചേച്ചിക്ക് ഓർക്കിഡ് ഉൾപ്പെടെ ഒരുപാട് പ്ലാന്റ് വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഓർക്കിഡ് ശേഖരങ്ങളാണ്. ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു ചേച്ചിക്ക് ഓർക്കിഡ് ചെടികൾ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഇവിടെ ഏതൊക്കെ ടൈപ്പ് ഓർക്കിഡാണ് ഉള്ളത്? ഓർക്കിഡ് ഡെൻഡ്രോബിയം ഉണ്ട്, മുക്കാറയുണ്ട്, വാൻഡ, ഫെലിനോപ്സിസ് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഉണ്ട്. ഈ ഓർക്കിഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാന്നല്ലേ പറയുന്നത്? ഭയങ്കര പാടാണെന്നാണ് ഞാനും വിചാരിച്ചത്. ഫസ്റ്റ് 10 വർഷമായിട്ട് ഞാൻ തുടങ്ങിയത്. ആദ്യത്തെ കുറേ ഓർക്കിഡുകൾ നശിച്ചു പോയി. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് അതേപടി കൊണ്ടുവന്ന് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലൊന്നും വളരില്ല. നമ്മൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് അടുത്ത വേറെ മാറ്റി അടുത്ത പുതിയ ഇത്തിരി കൂടെ ചെറിയ കുഞ്ഞ് തൈയാകുമ്പോൾ ചെറിയ കുഞ്ഞ് ബോളിലേ നടാവും. അപ്പോൾ വലുതാകുമ്പോഴേ നമ്മൾ വലുതിലോട്ട് മാറ്റി നടാവും. നമ്മളിതായിപ്പം ഇത് തന്നെ, ഇത് കുഞ്ഞു തൈയാണ്. ഇത് വാങ്ങിച്ച് ഇത് കുഞ്ഞു തൈ നട്ട് ഇത് വളർന്നതിന് ശേഷമാണ് ഇതിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിന്റെ വളർച്ച അനുസരിച്ച് ഇതിന്റെ പോട്ടിന്റെ സൈസ് പോട്ടിന്റെ സൈസ് മാറ്റി കൊടുക്കും. അങ്ങനെയാണ്. ഇതിൽ ആക്ച്വലി എന്തൊക്കെയാ ആഡ് ചെയ്യുന്നത്? ഇതിൽ കരിക്കട്ടയും പിന്നെ ചകിരി തൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കും. ചിലപ്പോൾ 2-3 ആഴ്ച വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി മാറ്റി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ചുവപ്പ് കറയുണ്ടല്ലോ അതൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ ചെറിയ ഇതിലായിട്ട് മുറിച്ച് ഇതിലിട്ട് നടുന്നത്. പിന്നെ മഴ സമയത്ത് നമ്മൾ ചകിരിത്തൊണ്ട് തോന വെക്കുമ്പോഴത്തേക്ക് പിന്നെ ഒച്ചിൻ്റെ ശല്യം, ഒച്ചെല്ലാം നമ്മൾ മഴ കൂടുമ്പോഴത്തേക്ക് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നടണം. ഈ ഫ്ലവേഴ്സ് ഒക്കെ ഏത് വെറൈറ്റിയാ? ഇത് ഡെൻഡ്രോബിയം വെറൈറ്റിയാണ്. അതും ഡെൻഡ്രോബിയം. ഓർക്കിഡ് കൃഷിയിൽ കാലാവസ്ഥ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാക്കാറില്ലേ? അപ്പൊ അതിന് ചേച്ചി എന്തൊക്കെയാ ചെയ്തേ? ഇത് അധികം മഴ കൊണ്ടാലും പ്രശ്നമാണ്, അധികം വെയിൽ കൊണ്ടാലും വളർച്ച കുറവാണ്. അപ്പം ഈ പച്ച നെറ്റ് 50% ഷെയ്ഡുള്ള നെറ്റ് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ വർഷം കിട്ടിയതാണ് ഇതിൻ്റെ ഓർക്കിഡ് കൃഷിക്ക് വേണ്ടി. അപ്പോൾ അത് എനിക്കൊരു നല്ല ഇത് ഈ ഓർക്കിഡിനൊക്കെ അധികം വെയിലും കൊള്ളില്ല. മഴ നമ്മൾ വരുമ്പോൾ ഒരു ഷീറ്റ്, അധികം മഴ വരുമ്പോൾ ഒരു ഷീറ്റ് കെട്ടി കൊടുക്കും. അപ്പോൾ അതെല്ലാം നല്ല വളർച്ച കിട്ടുന്നുണ്ട് ഈ പച്ച നെറ്റിൻ്റെ അടിയിൽ വെക്കുമ്പോഴത്തേക്ക്. ചേച്ചി നന്നായിട്ട് വളർന്ന് നിൽപ്പുണ്ടല്ലോ. ഇത് ഓർക്കിഡ് വെറൈറ്റി ആണോ? ഇത് ഡാൻസിങ് ഗേളാണ്. ഇത് നിറച്ച് പൂക്കും. ഇത് ഞാൻ 4-5 തൈ ഒരു പൈപ്പിൽ വെച്ചിട്ടുള്ളതാണ്. അത് ശരിക്ക് തൈയായി വന്നതാണ്. ഇത് ഇനിയിപ്പോൾ മുട്ട് നിറച്ചിടുന്നുണ്ട്. ഇതാണ്ട മുട്ട്, ഇതൊക്കെ മുട്ടാണ്, നിറച്ച് പൂക്കും. ഇതിനും ഈ പറയുന്ന പോലെ ഓർക്കിഡിന്റെ സെയിം ഇത് തന്നെയാണ്. ഇതാണ്ട് തൊണ്ടിന്റെ പീസും കരിക്കട്ടയും കൂടെ വെച്ച് കെട്ടി ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൺലൈറ്റും അധികം വേണ്ട. എന്നാൽ വെയിൽ വേണം. ഇതിന് വെയിൽ വേണമെങ്കിൽ പച്ച നെറ്റിന്റെ വെയിൽ മതി. നമ്മൾ ടെറസിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ താഴത്തും ഒരുപാട് ഓർക്കിഡ് വെറൈറ്റീസ് ആണുള്ളത്. ചെടിച്ചട്ടിയിലായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ഓർക്കിഡ് വെറൈറ്റീസ്. ഇതിൽ ചേച്ചി പറയുന്നത് നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ തന്നെ ഇതിനെ തൂണ് നിർത്തിയിട്ടാണ് ഈ ചെടികൾ വളർത്തുന്നത്. അപ്പോൾ ഈ തൂണിൽ വെച്ച് വളർത്തുമ്പോൾ ഇതിന് ഒരുപാട് തൈകൾ വരാൻ എളുപ്പമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കാക്ടസിന്റെയും സക്കുലന്റ് പ്ലാന്റ്സിന്റെ ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാൻ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അധികം വെള്ളം വേണ്ട. പിന്നെ നമ്മൾ വെയിൽ വേണം, നേരിട്ടുള്ള വെയിൽ വേണ്ട. നേരിട്ടുള്ള വെയിൽ വരുമ്പോഴത്തേക്ക് വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ എന്ന് പറയാൻ നമ്മൾ പോട്ടിംഗ് മിക്സ് എപ്പോഴും നമ്മൾ ഉണങ്ങിയതായിരിക്കണം. വെള്ളത്തിൻ്റെ അതുണ്ടാകുമ്പോൾ പിന്നെ ആവശ്യത്തിന് മാത്രം നമ്മൾ കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഒരു 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എളുപ്പമാണ് നടാൻ. പിന്നെ വെള്ളം കൂടിപ്പോയാൽ
അഴുകി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഷെയ്ഡിൽ വെച്ചേക്കുന്നത്. ചേച്ചി ഇതിന്റെ പരിപാലനം എളുപ്പമാണോ? ഇതിന്റെ പരിപാലനം എളുപ്പമാണ്. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വെള്ളം അധികം കൊടുക്കാതിരുന്നാൽ മാത്രം മതി. പിന്നെ നല്ല ഭംഗിയുമാണ്. ചേച്ചി ഇതിന്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് പറഞ്ഞു. പോട്ടിംഗ് മിക്സ് എന്ന് പറയുമ്പോൾ നമ്മളെ മണലില്ലേ, ഞാൻ കൂടുതലും എടുക്കുന്ന ഈ വഴിയിൽ ഒലിച്ചു വരുന്ന മണലുണ്ടല്ലോ, ഈ മഴ പെയ്ത് ഒലിച്ചു വരുന്ന മണൽ മാത്രമായിട്ട് കിട്ടും. ആ മണലും ശകലം എല്ലുപൊടി, വേപ്പ് മുണ്ണാക്ക് അങ്ങനെയൊക്കെ ഇട്ട് സ്യൂഡോമോണാസും കൂടെ ചേർത്ത് ഒരു 2 ആഴ്ച ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് അതിൽ ആണ് നടുന്നത്. അപ്പോൾ പിന്നെ ചാണകപ്പൊടി ഇടരുത്. ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മൂട് വേരഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഞാൻ ചേർക്കില്ല. പിന്നെ നമ്മൾ 19 ഒക്കെ കൊടുക്കുന്നുണ്ട്. മാസത്തിൽ ഒരിക്കൽ 19 കൊടുക്കുക, എങ്കിലേ ആ വളർച്ച വരുന്നുള്ളൂ. ചെറിയ ചെറിയ പോട്ടിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഈ ചെറിയ നമ്മൾ ഈ തൈ എടുത്ത് നടുമ്പോൾ ചെറിയ കുഞ്ഞു പോട്ടിലോട്ട് നടും. പിന്നെ അത് വളർന്നതിന് ശേഷമേ വലിയ പോട്ടിലേക്ക് മാറ്റാം. മട്ടുപ്പാവിലല്ലാതെ ചേച്ചിക്ക് നിലത്തും മറ്റ് കൃഷികളുണ്ട്. നമുക്ക് ആ വിശേഷങ്ങളും കൂടെ അറിഞ്ഞാലോ? ടെറസിലെ കൃഷികൾ നമ്മൾ കണ്ടല്ലോ. അപ്പൊ നിലത്ത് ചേച്ചി എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? നിലത്ത് ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം നിലത്താണ് വെച്ചേക്കുന്നത്. ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ അപ്പം ഈ മാവുകള്, പിന്നെ ഈ മാതളം കണ്ടു, മാതളം, നെല്ലി, അങ്ങനെ കുറെ വെറൈറ്റി ഉണ്ട്. മുന്തിരിയുണ്ട്, പിന്നെ റംബുട്ടാൻ, അങ്ങനെയുള്ളതൊക്കെ താഴെയാണ് വെച്ചേക്കുന്നത്. പച്ചക്കറികളിലോ? പച്ചക്കറികളിൽ പാവല്, പിന്നെ ഈ ചുരയ്ക്ക, മുളക് വെറൈറ്റികളെല്ലാം താഴെയാണ് വെച്ചേക്കുന്നത്. കുറേ വെറൈറ്റികൾ. പിന്നെ സിറ മുളകുണ്ട്, എന്നിട്ട് ഉണ്ടമുളകുണ്ട്, പിന്നെ സാമ്പാർ മുളകുണ്ട്, അങ്ങനെ 5-6 വെറൈറ്റി ഉണ്ട്. ഞാനിവിടെ പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ജൈവവളം മിക്കതും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ വീട്ടിലുള്ള ഒരു വേസ്റ്റും ഞാൻ കളയാറില്ല. കാരണം കഞ്ഞിവെള്ളം ആയാലും, അരി കഴുകുന്ന വെള്ളമായാലും, മുട്ട വേവിക്കുന്ന വെള്ളമായാലും, ഏത് വെള്ളമാണെങ്കിലും നമുക്കത് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഇത്രയും കൃഷി ചെയ്യുമ്പോൾ നല്ല വളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പം നമുക്ക് പകുതി കൂടുതൽ വളങ്ങളും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നു. പൊതുവെ യുവതലമുറയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം മെനക്കെടേണ്ട പണിയാണല്ലോ, നമ്മൾ സമയമൊക്കെ കൊടുത്ത് ശാരീരികമായിട്ടൊക്കെ അധ്വാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്നത്. കാരണം എനിക്ക് വെയിറ്റ് അധികം എടുത്തുകൂടാ. അപ്പോൾ ഇത് വീട്ടിലുള്ള എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ജൈവ കൃഷിയിലൂടെ ആരോഗ്യമുള്ളൊരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാം. അവരവർക്ക് കഴിയുന്ന പോലെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കൃഷി ചെയ്യാം. ഷീജയെ പോലുള്ള വീട്ടമ്മമാരെ നമുക്ക് മാതൃകയാക്കാം. നാട്ടുവരമ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.